വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. യേശു സാദൃശ്യ കഥകളിലൂടെ പിന്നെയും അവരോട് സംസാരിച്ചു. തൻ്റെ മകനു വേണ്ടി കല്യാണ വിരുന്ന് ഒരുക്കിയ ഒരു രാജാവിൻ്റെ കഥയോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ക്ഷണിക്കപ്പെട്ടിരുന്നവരുടെ അടുത്തേക്ക് രാജാവ് തൻ്റെ ഭൃത്യന്മാരെ അയച്ചു. വിരുന്ന് സൽക്കാരത്തിന് വരണമെന്ന് അറിയിപ്പ് നൽകി. എന്നാൽ വിരുന്നിനുള്ള ആ അറിയിപ്പ് അവർ തിരസ്കരിച്ചു. രാജാവ് വേറെ കുറേ ഭൃത്യന്മാരെ കൂടി വിളിച്ച്, നാം ഒരുക്കുന്ന വിരുന്ന് സദ്യ തയ്യാറായിരിക്കുന്നു. കാളകളെയും തീറ്റിക്കൊഴുപ്പിച്ച മൃഗങ്ങളെയും അറുത്തു, സകലവും സജ്ജമായിരിക്കുന്നു. നിങ്ങൾ പോയി കല്യാണ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് അറിയിക്കുക എന്ന് കൽപ്പിച്ചയച്ചു. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അതൊന്നും ഗൗനിക്കാതെ ഒരുവൻ തൻ്റെ വയലിലേക്കും മറ്റൊരുവൻ തൻ്റെ വ്യാപാരത്തിനും പോയി. ശേഷിച്ചവർ രാജ്യഭൃത്യന്മാരെ പിടിച്ച് അപമാനിക്കുകയും അടിക്കുകയും മറ്റു ചിലരെ കൊല്ലുകയും ചെയ്തു. രാജാവ് കോപാകുലനായി. അദ്ദേഹം തൻ്റെ സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിക്കുകയും അവരുടെ പട്ടണം അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം തൻ്റെ ഭൃത്യന്മാരോട്, കല്യാണ വിരുന്ന് തയ്യാറായിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ ആ ആദരവ് നഷ്ടമാക്കി. അതുകൊണ്ട് തെരുവിൽ ചെന്ന് നിങ്ങൾ കാണുന്നവരെയെല്ലാം സദ്യയ്ക്ക് ക്ഷണിക്കുക. അങ്ങനെ രാജ്യഭൃത്യന്മാർ പുറപ്പെട്ട് തെരുവിൽ ചെന്ന് തങ്ങൾ കണ്ട നല്ലവരും പാവികളുമായ സകലരെയും വിളിച്ചു കൊണ്ടുവന്നു. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് വിരുന്നുശാലയിലേക്ക് വന്നു. വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അവനോട്, സ്നേഹിത, വിവാഹവസ്ത്രമില്ലാതെ താങ്കൾ അകത്തു കയറിയത് എങ്ങനെ എന്ന് ചോദിച്ചു. അയാൾക്ക് ഒരു ഉത്തരവും പറയാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാജാവ് തൻ്റെ സേവകരോട്, ഇയാളുടെ കൈയും കാലും കെട്ടി ഇയാളെ പുറത്ത് തള്ളുക എന്ന് പറഞ്ഞു. അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടാകും. ക്ഷണിക്കപ്പെട്ടവർ നിരവധി, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. യേശുവിനെ വാക്കിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്നതിന് പരീശന്മാർ പോയി ഗൂഢാലോചന നടത്തി. അവർ തങ്ങളുടെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കൽ അയച്ചു. അവർ അദ്ദേഹത്തോട്, ഗുരുവേ, അങ്ങ് സത്യസന്ധൻ എന്നും ദൈവിക മാർഗം അങ്ങ് സത്യസന്ധമായി മാത്രം പഠിപ്പിക്കുന്നു എന്നും ഞങ്ങൾക്കറിയാം. അങ്ങ് പക്ഷപാതം കാണിക്കുന്നില്ല. അതുകൊണ്ട് ആർക്കും അങ്ങയെ സ്വാധീനിക്കാൻ കഴിയുകയില്ല. അങ്ങയുടെ അഭിപ്രായം എന്താണ്? റോമൻ കൈസർക്ക് നീതി കൊടുക്കുന്നത് ഉചിതമാണോ എന്ന് ചോദിച്ചു. യേശു അവരുടെ ദുരുദ്ദേശം മനസ്സിലാക്കിയിട്ട്, കാപട്യം നിറഞ്ഞവരെ, നിങ്ങൾ എന്നെ കൊടുക്കാൻ തുനിയുന്നത് എന്തിന്? നീതി കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു നാണയം കാണിക്കൂ. അവർ ഒരു റോമൻ നാണയം കൊണ്ടുവന്ന് അദ്ദേഹത്തെ കാണിച്ചു. യേശു അവരോട്, ഇതിൽ മുദ്രണം ചെയ്തിരിക്കുന്ന രൂപവും ലിഖിതവും ആരുടേത് എന്ന് ചോദിച്ചു. കൈസറുടേത് എന്ന് അവർ മറുപടി പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൈസർക്ക് നൽകേണ്ടത് കൈസർക്കും ദൈവത്തിന് നൽകേണ്ടത് ദൈവത്തിനും നൽകുക എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ഇത് കേട്ട് അവർ വിസ്മയിച്ചു. പുനരുത്ഥാനം ഇല്ല എന്ന് വാദിക്കുന്ന സദൂക്യർ ഒരു ചോദ്യവുമായി അന്ന് തന്നെ യേശുവിൻ്റെ അടുക്കൽ വന്നു. ഗുരുവേ, മക്കൾ ഇല്ലാത്ത ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ വിധവയെ അയാളുടെ സഹോദരൻ വിവാഹം കഴിച്ച് ജനിക്കുന്ന സന്തതിയിലൂടെ
ജ്യേഷ്ഠ സഹോദരൻ്റെ നാമം നിലനിർത്തണം എന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. ഒന്നാമൻ വിവാഹം കഴിച്ചു. മക്കൾ ഇല്ലാത്തവനായി അദ്ദേഹം മരിച്ചു. ആ വിധവ രണ്ടാമൻ്റെ ഭാര്യയായിത്തീർന്നു. അതുപോലെ തന്നെ രണ്ടാമനും മൂന്നാമനും അങ്ങനെ 7-ാമൻ വരെ എല്ലാവർക്കും അതുതന്നെ സംഭവിച്ചു. ഒടുവിൽ ആ സ്ത്രീയും മരിച്ചു. അങ്ങനെയെങ്കിൽ പുനരുദ്ധാന ജീവിതത്തിൽ ആ സ്ത്രീ ആരുടെ ഭാര്യയായിത്തീരും? ആ 7 പേരും അവളെ വിവാഹം ചെയ്തിരുന്നല്ലോ. അപ്പോൾ യേശു അവരോട് ഇങ്ങനെ ഉത്തരം പറഞ്ഞു: തിരുവെഴുത്തുകളും ദൈവശക്തിയും അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. പുനരുദ്ധാന ജീവിതത്തിൽ മനുഷ്യർ വിവാഹം കഴിച്ചയപ്പിക്കുകയോ ചെയ്യുന്നില്ല. അവർ സ്വർഗീയ ദൂതന്മാരെ പോലെ ആയിത്തീരും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്നതിനെക്കുറിച്ച് ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ആകുന്നു എന്ന് നിങ്ങളോട് അരുളി ചെയ്തത് വായിച്ചിട്ടില്ലേ? അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, പിന്നെയോ ജീവൻ ഉള്ളവരുടെ ദൈവമാണ്. ഇത് കേട്ട് ജനസഞ്ചയം അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. യേശു സദൂക്യരെ ഉത്തരം മുട്ടിപ്പിച്ചു എന്ന് പരീശന്മാർ കേട്ടപ്പോൾ അവർ സംഘടിച്ചു. അവരിൽ ഒരാൾ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട്, ഗുരുവേ, ന്യായപ്രമാണത്തിലെ ഏറ്റവും മഹത്തായ കൽപ്പന ഏതാണ് എന്ന് ചോദിച്ചു. നിന്റെ ദൈവമായ കർത്താവിനെ നീ സമ്പൂർണ്ണ ഹൃദയത്താലും സമ്പൂർണ്ണ ആത്മാവിനാലും സമ്പൂർണ്ണ മനസ്സാലും സ്നേഹിക്കുക. ഇതാകുന്നു പ്രഥമം. രണ്ടാമത്തെ കൽപ്പനയും അതിന് തുല്യം. നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിന്റെ അയൽവാസിയെയും സ്നേഹിക്കുക. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഈ 2 കൽപ്പനകളിൽ അധിഷ്ഠമായിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഒത്തുകൂടിയ പരീശന്മാരോട് യേശു, ക്രിസ്തുവിനെപ്പറ്റി നിങ്ങൾ എന്തു ചിന്തിക്കുന്നു? അവിടുന്ന് ആരുടെ പുത്രനാണ് എന്ന് ചോദിച്ചു. ദാവീദിൻ്റെ പുത്രൻ അവർ പ്രതിവചിച്ചു. അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മനിയോഗത്താൽ ക്രിസ്തുവിനെ കർത്താവേ എന്ന് സംബോധന ചെയ്യുന്നത് എങ്ങനെ? യേശു അവരോട് ചോദിച്ചു. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ കാൽച്ചുവട്ടിൽ ആക്കുന്നതുവരെ നീ എൻ്റെ വലതുഭാഗത്ത് ഉപേക്ഷനാകും എന്ന് ദാവീദ് പ്രസ്താവിച്ചില്ലയോ? ഇങ്ങനെ ദാവീദ് തന്നെ ക്രിസ്തുവിനെ കർത്താവേ എന്ന് സംബോധന ചെയ്യുന്നെങ്കിൽ ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ ആകുന്നത് എങ്ങനെ? അതിന് മറുപടി നൽകാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ അദ്ദേഹത്തോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ആർക്കും ധൈര്യവും വന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആമീൻ.